മൂന്നാറിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷം. എൻട്രി പാസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണം. സ്ത്രീകളടക്കമുള്ളവർക്ക് പരിക്കേറ്റു. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇരു വിഭാഗങ്ങൾക്കെതിരെയും കേസെടുക്കുമെന്നാണ് വിവരം. സന്ദീപ് രാജാക്കാട് നൽകും വിശദാംശങ്ങൾ. സന്ദീപ്, എപ്പോഴാണ് ഈ ഒരു സംഘർഷം ഉണ്ടായത്? എന്താണ് ഇതിലേക്ക് വഴിവെച്ച സാഹചര്യം? ഈ എൻട്രി പാസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ എന്താണ് ആ തർക്കത്തിലേക്ക് വഴിവെച്ചത്? മൂന്നാറിലെ വിവിധ മേഖലകൾ ചുറ്റി കണ്ടതിനു ശേഷമാണ് ഇവർ എക്കോ പോയിന്റിലേക്ക് എത്തുന്നത്. എക്കോ പോയിന്റിലെത്തി എൻട്രി പാസ് എടുത്ത് അകത്തു പോയതിനു ശേഷം ഇവർ ബോട്ടിംഗ് നടത്താതെ തിരിച്ചെത്തുകയായിരുന്നു. തിരിച്ചെത്തിയതിനു ശേഷം തങ്ങൾ ബോട്ടിംഗ് നടത്തുന്നില്ല, പകരം ഈ എൻട്രി പാസിന് നൽകിയിരിക്കുന്ന പണം തിരികെ നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ് ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുന്നത്. ഇതിനിടയിൽ ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറും തമ്മിലുള്ള വാക്കേറ്റം മുറുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഗേറ്റ് അടയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ സംഘർഷം ഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും വിനോദസഞ്ചാരികൾ അടക്കമുള്ളവരാണ് ആദ്യമായി പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിഷയം കൃത്യമായി പഠിക്കുന്നതിനായിട്ട് വീഡിയോ ദൃശ്യങ്ങളടക്കം CCTV ദൃശ്യങ്ങളടക്കം പോലീസ് കണ്ടെടുക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇരു വിഭാഗത്തിലുള്ള ആളുകൾക്കും നന്നായി പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. വയോധിക അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ വിനോദസഞ്ചാരികൾ ഉന്നയിക്കുന്ന ആരോപണം വളരെ ഗുരുതരമാണ്. വയോധികയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ സഞ്ചാരികളിൽ ഒരാളായിട്ടുള്ള ആള് ഹൈഡൽ ടൂറിസം ജീവനക്കാരനെ പിന്നിൽ നിന്ന് ചവിട്ടി നിലത്ത് വീണ് തലയ്ക്ക് പരിക്കേറ്റു എന്നുള്ള ആരോപണം അടക്കം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ രണ്ട് വിഭാഗങ്ങൾക്കെതിരെയും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. മൂന്നാറിലാണ് വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായത്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.